ഇനി എത്ര കഠിനമായിട്ടുള്ള കറ പിടിച്ച ചവിട്ടികളും നമുക്ക് കഴുകാം. അലക്കുകല്ല് വേണ്ട, വാഷിംഗ് മെഷീൻ വേണ്ട, ഒന്നും വേണ്ട, അലക്കുകയും വേണ്ട, കയ്യും വേദനിക്കത്തില്ല. ഈ ഒരു ടിപ്പിലൂടെ ഒന്ന് ചെയ്തു നോക്കൂ. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് ഇന്ന് കളക്ട് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആകും. അപ്പോൾ വീട്ടമ്മമാർ ഇത് ഇങ്ങനെ ഇനി ചെയ്യത്തുള്ളൂ കേട്ടോ. മടി കൂടാതെ എല്ലാ വീട്ടമ്മമാരും ഇത് ചെയ്യും. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. നമ്മൾ ബീഫൊക്കെ വേകാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ അതിലൊരു 1/4 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചതിന് ശേഷം നിങ്ങളത് വേവിക്കുവാണെങ്കിൽ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വെന്ത് കിട്ടാനും അടിപൊളി ടേസ്റ്റുമായിരിക്കും കേട്ടോ. വിനാഗിരി കൂടിപ്പോകരുത്, പുളി കൂടരുത്. അതിനുവേണ്ടി 1/4 ടീസ്പൂൺ, എത്ര കിലോ ഉണ്ടെങ്കിലും ഒരു 1/4 ടീസ്പൂണേ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. പിന്നെ ഇതിലേക്ക് നല്ല ടേസ്റ്റ് കൂടെ ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ബീഫൊക്കെ ഫ്രൈ കറി എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു നുള്ളു ഉലുവായും അതുപോലെ വത്തലുമുളകും കറിവേപ്പിലയും കൂടെ ഇത് വേവിച്ച് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഒഴിക്കുവാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കും. ഇനി അടുത്തതും നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഒരു മുട്ടക്കറിയുടെ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് കറിയായിട്ട് വെക്കാനല്ല കേട്ടോ. ഇപ്പം നമ്മൾ സവാള എല്ലാം ചെറുതായിട്ട് കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. അതിലേക്ക് നല്ലത് വഴറ്റി കഴിയുമ്പോഴത്തേക്ക്, അതായത് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വേണ്ട മുട്ടയ്ക്ക് ചേർക്കുന്ന മസാലകളെല്ലാം ചേർത്ത് പച്ചമണമെല്ലാം മാറി കഴിയുമ്പോൾ ഒരു തുള്ളി വെള്ളം, ഇപ്പം ഞാൻ ഈ ഒഴിച്ചതുപോലെ ഒരു തുള്ളി വെള്ളം മാത്രം ഒഴിക്കുക. പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നെടുത്തൊന്ന് വരഞ്ഞതിന് ശേഷം നമ്മുടെ മുട്ട റോസ്റ്റ് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമ്മൾ ചേർത്തിരിക്കണം. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയാകും. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റാണ്. നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ ചാറാക്കാതെ ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്തൊക്കെ ഇടിയപ്പത്തിനൊക്കെ കൂട്ടുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്തൊരു ടിപ്പല്ല, ഇത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. നമ്മുടെ ഫ്ലേവറാണ്. ഈ ഒരു ഫ്ലേവർ ഞാൻ ഇത് ഉൾപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് മീഷോയിൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. അപ്പം ഒരു 10 പീസിന് 148 രൂപ വിലയുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ല, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നമുക്ക് എൻ്റെ കബോർഡിലൊക്കെ ഇങ്ങനെ വർക്കൊക്കെ നമ്മുടെ റൂമിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് അലങ്കരിക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. പല കളറിൽ നമുക്കത് കിട്ടുന്നുണ്ട്. ആകെ 10 പീസിന് 148 രൂപയുള്ളൂ. നമ്മുടെ മീഷോയിൽ നിന്നാണ് ഞാൻ ഇത് മേടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. കണ്ടില്ലേ, ഇത് പല പല രീതിയിലുള്ളതാണ്. അവിടെ നല്ല മുന്തിരിക്കൊല പോലെ നിൽക്കുന്നതും പൂക്കളായിട്ട് നിൽക്കുന്നതും പുല്ല് പോലെ നിൽക്കുന്നതും അങ്ങനെ പല പല രീതികളിലുള്ളതാണ് കേട്ടോ. നമുക്ക് നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മുടെ കബോർഡിലൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ട് അതുകൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് കുറഞ്ഞും കൂടി നമുക്ക് ഓർഡർ കൊടുക്കണമെന്ന് ഓർത്ത് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ തന്നെ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ആ ഒരു കബോർഡിൽ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാം. അപ്പം ഇതിലിനി ഇത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയേനെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പം 148 രൂപ വിലയേ ഉള്ളൂ. എളുപ്പമുണ്ട്. നമുക്ക് വേണ്ടി വെളിയിലെ കടകളിലൊക്കെ പോകുവാണെങ്കിൽ ഭയങ്കര വിലയാണ് ഒരു പീസിന് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് മേടിച്ചൊക്കെ വെച്ച് നോക്കണം. നമ്മുടെ വീട് നമുക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഫ്ലവർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മേടിച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാൻ ഇവിടെ കുറച്ച് തേങ്ങാച്ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. കുറച്ചല്ല, 2 ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു ചിരട്ട മഹാസംഭവം തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. 100 കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചിരട്ടയും കൊണ്ട് ചെയ്യാം. അപ്പോൾ ഈ ചിരട്ട ഒരു ചെരുവത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് തല്ലിപ്പൊട്ടിച്ചിട്ടിടാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാലും മതി കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സത്തുണ്ടല്ലോ നല്ലപോലെ വെന്തിറങ്ങും. അത് നമ്മൾ ആദ്യം തിളപ്പിക്കുക, പിന്നെ ഫ്ലെയിം അങ്ങ് കുറച്ചിട്ടേക്കുക. ഇപ്പോൾ നിങ്ങൾ ഗ്യാസ് അടുപ്പിൽ തന്നെ വെക്കണമെന്നില്ല, വിറകെടുപ്പുണ്ടെങ്കിൽ അതൊരു പഴയ പാത്രത്തിൽ ചിരട്ട ഇങ്ങനെ തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ച് കഴിയുമ്പോൾ ഈ ഒരു കളറി നമ്മുടെ ഈ ഒരു ചിരട്ടയുടെ വെള്ളം നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇതുകൊണ്ട് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് കേട്ടോ. വീട്ടമ്മമാർക്കൊക്കെ ഇതുവരെ അറിയാത്തൊരു ടിപ്പാണിത്. ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ വീട്ടിലെ ചെമ്പ് പാത്രങ്ങളുണ്ടല്ലോ, ചെമ്പ് ചെറിയ ചെറിയ സ്പൂണാണെങ്കിലും പ്ലേറ്റ് ആണെങ്കിലും കപ്പാണെങ്കിലും അതുപോലെ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ ഇടിയപ്പം
സേവനാഴിയില്ലേ, ആ ഒരു സേവനാഴി ചെമ്പിൻ്റെ ആണല്ലോ. അപ്പോൾ അതിനൊക്കെ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിന് പച്ച ക്ലാവ് പോലെ പിടിച്ചതുപോലെയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതിൻ്റെ കളറൊക്കെ മങ്ങിപ്പോകാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക, വിനാഗിരി ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഈ സേവനാഴി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ഒന്ന് കഴുകി, ജസ്റ്റ് സോപ്പ് പോലും ഇടണ്ട, ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് കഴുകി എടുത്താൽ മാത്രം മതി. ആ ഒരു പഴയതായത് പുതുമയായിട്ട് തന്നെ പുതിയതുപോലെ ഇരിക്കും കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ട് കണ്ടില്ല. നമ്മൾ തിരിച്ച് മുറിച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഒരു വലിയ പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കണ്ടില്ല ആ ഒരു ഈ ചില്ലെല്ലാം ഒരുമാതിരി കളറായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നല്ലപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ഒരു കുക്കറിലേക്ക് ഒരു ചിരട്ട ഇടുക, അതിൽ കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇങ്ങനത്തെ ചെമ്പ് പാത്രം, ചെറിയ ചെറിയ പാത്രം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുക്കറിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ ഫീസിലടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചെമ്പ് പാത്രം എല്ലാം അടിപൊളിയായിട്ട് തിളങ്ങി കിട്ടും. അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളത് ചെയ്ത് നോക്കണേ. പിന്നെ ആ വെള്ളം ആരും കളയരുത്. ഈ വെള്ളം കൊണ്ട് നല്ല 2 ടിപ്പ് കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവുകയാണെങ്കിൽ, ചെറിയ ചെറിയ ബ്ലോക്ക് ആണെങ്കിൽ പ്ലംബറെ വിളിച്ച് കാശ് കളയേണ്ട കാര്യമില്ല. നമ്മളൊന്ന് ക്ലീൻ ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു വിടുക. അപ്പോൾ ഇതിൻ്റെ ബാഡ് സ്മെല്ലും അതുപോലെ പായലൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെറിയ ചെറിയ ബ്ലോക്ക് മാറാനും സഹായിക്കുന്നതാണ് ഈ ചിരട്ടയുടെ വെള്ളം. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൽ മഞ്ഞക്കറ പിടിച്ചിട്ടുണ്ടെങ്കിലും ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഇച്ചിരി കുറച്ച് നേരം ഒന്ന് ഒഴിച്ചിട്ടതിന് ശേഷം തേക്ക് പോലെ വേണ്ട ബ്രഷിൻ്റെ ആവശ്യമേ ഇല്ല. എന്നിട്ട് രാത്രി വേണം ഇത് ഒഴിച്ചിടാൻ. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫ്ലഷ് അടിച്ച് വിടുവാണെങ്കിൽ ചെറിയ ചെറിയ ബ്ലോക്ക് ഉണ്ടെങ്കിലും ഈ മഞ്ഞക്കറയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം പോയി നല്ല വെട്ടിത്തിളങ്ങി നമ്മുടെ ബാത്റൂം കിടക്കുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് വീട്ടമ്മമാർക്ക് ഏറ്റവും വലിയൊരു മടിയായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ ചവിട്ടി കഴുക്ക്. കുട്ടികളൊക്കെ ആണെങ്കിൽ ഇറങ്ങിപ്പോയി ചള്ളയൊക്കെ ചവിട്ടി കയറ്റി ഫുള്ള് നശിപ്പിക്കും ചവിട്ടിയല്ലേ. മഴക്കാലമാണെങ്കിൽ പിന്നെ പറയുകയും കൂടെ വേണ്ട. അപ്പോൾ നമുക്കിത് കഴുകാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഈ കല്ലിൽ കൊണ്ടിട്ട് അലക്കും വിരിയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ. നമുക്ക് ഇപ്പം ഞാൻ കുറച്ച് ചവിട്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു ചവിട്ടി ഇത് കണ്ടില്ല ഫുള്ള് ചെളിയാട്ടോ. ഇത് ചവിട്ടി കയറി ഫുള്ള് ചെളി. ഇങ്ങനെ ക്യാമറയിൽ നിങ്ങൾക്ക് കാണാത്ത കൊണ്ടായിരിക്കും. നല്ല ചെളിയുണ്ട്. ആ വെള്ളം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ കുറച്ച് വെള്ളം അതിലേക്ക് ഒന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ബക്കറ്റിൽ ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ ഇതൊരു തുള്ളി ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ലിക്വിഡാണിത്. ഇതൊരു തുള്ളി അതിൻ്റെ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലൊരു പൈപ്പിൻ്റെ കഷ്ണമോ ഒരു കമ്പാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അലക്കണ്ട, ഒന്നും ചെയ്യേണ്ട, മെഷീനിൽ വിടണ്ട, കല്ലും വേണ്ട, ഒന്നും വേണ്ട. ഇത് കൊണ്ട് അങ്ങോട്ട് കുത്തി കൊടുക്കുക. ഇത് കുത്തി കൊടുത്തിട്ട് 5 മിനിറ്റത്തേക്ക് കുത്തി കൊടുത്തതിന് ശേഷം അങ്ങനെ ഇടുവാണെങ്കിൽ ആ ചെളി ഫുള്ളും അതിൽ നമുക്ക് അലക്കേ വേണ്ട കേട്ടോ. ഇതേ രീതിയിൽ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ആ ചെളി ഫുള്ള് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇതൊന്ന് കുത്തി കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വെള്ളം കാണാൻ മനസ്സിലാവും അടിപൊളിയായിട്ട് ആ ചെളി എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് നോക്കുമ്പോൾ നല്ല കുതിരും. അതിനുശേഷം ഇതുകൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. നമുക്ക് അതിനായിട്ട് ബുദ്ധിമുട്ടി ഈ നലക്കേണ്ട, നടു ഒടിയത്തില്ല, നടുവേദന എടുക്കത്തില്ല, ഒന്നുമില്ല കേട്ടോ. നമ്മുടെ കൈക്ക് വരുമ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. ചിലർക്കൊക്കെ സോപ്പിൻ്റെ ഒക്കെ അലർജി കാര്യങ്ങളൊക്കെ കൈക്ക് വരും. അപ്പോൾ അലക്കുമ്പോഴല്ലേ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത്. അലക്കൊന്നും വേണ്ട, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചവിട്ടിക്ക് വന്ന മാറ്റം കണ്ടു നോക്കും. നല്ല അടിപൊളിയായിട്ട് വെളുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ അത്രയ്ക്ക് ചെളി ഉണ്ടായിരുന്നു വെള്ളത്തിലും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇനി നമുക്കൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അലക്കേണ്ട കാര്യമില്ല. അത് നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് നല്ല വെയിലെത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചവിട്ടി ഇവിടെ നല്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ. എന്തോരം ചവിട്ടി വേണേലും എത്ര കഠിനമായിട്ടുള്ള കറ പിടിച്ചതാണെങ്കിൽ പോലും നമുക്ക് നിഷ്പ്രയാസം കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ ചവിട്ടി ക്ലീനിങ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ പറയണേ. അപ്പോൾ നമ്മുടെ ചവിട്ടിയുടെ കളർ കണ്ടില്ല, ആ വൈറ്റ് കളറിലെല്ലാം ഭയങ്കര ചെളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി വീട്ടമ്മമാർക്ക് സന്തോഷത്തോടു കൂടി ഒരു മടി കൂടാതെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് എത്ര ചവിട്ടി വേണമെങ്കിലും കഴുകിയെടുക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടില്ലേ നമ്മുടെ ചവിട്ടിയുടെ ആ ഒരു ചെളി എല്ലാം പോയിട്ട് ഞാനൊന്ന് വെള്ളം തോരാൻ വേണ്ടി ഒന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ വെയിലത്തിട്ട് ഇത് ഉണക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോസ് ഇത് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.